ഹായ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒമാനിലെ വീട് കാണിച്ചു തരാം. എല്ലാവരും ചോദിച്ചായിരുന്നു എന്നോട് ഒമാനിലെ വീട് കാണിച്ചു തരുമോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ രാവിലെ തൊട്ട് എടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഇന്ന് ഓണത്തിൻ്റെ ക്ലീനിങ് ഒക്കെ ആയിട്ട് ഈ സമയമായി എല്ലാം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ എൻ്റെ വീട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഒമാനിലെ നമ്മളുടെ വീട് കേട്ടോ. പകലെടുക്കണം എന്ന് വിചാരിച്ചതാ, പക്ഷേ പകല് സമയം കിട്ടിയില്ല. അപ്പോൾ ഇതാണ് സിറ്റ് ഔട്ട്, കാർ പോർച്ച്, പിന്നെ ഇവിടെ ഒരു ചെറിയ ഗേറ്റ് ഉണ്ട്, പിന്നെ അപ്പുറത്തൊരു വലിയ ഗേറ്റ് അപ്പുറത്താണ്. പിന്നെ ഫിൽറ്റർ പുറത്താണ് വെച്ചേക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണിക്കാരുണ്ട് അപ്പുറത്ത്, അപ്പോൾ അവർക്കും കൂടി വെള്ളം എടുക്കാനായിട്ട് ഫിൽറ്റർ നമ്മൾ പുറത്താണ് വെച്ചേക്കുന്നത്. ഡപ്പൂൻ്റെ സൈക്കിള്. ഇത് അപ്പുറത്ത് വീട് ഒമാനീസാണ് കേട്ടോ, ഫുൾ ഒമാനികളാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം. ഇതാണ് സിറ്റ് ഔട്ട്. അപ്പം ഇനി അകത്തേക്ക് പോവാം. ഇതാണ് ഡൈനിങ് അല്ല, ഹാളിൽ തന്നെയാണ്, ഒറ്റ ഹാളേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു റൂമുണ്ട്. ഇത് അപ്പൂൻ്റെ ജിമ്മ്, എന്താ പറയുക, വെയിറ്റ് ഡംബിൾസും ഇതൊക്കെ. അപ്പോൾ ഇവിടെയാണ് വെയിറ്റ് എടുക്കലും എക്സർസൈസ് ചെയ്യലൊക്കെ. പിന്നെ അത് ആപ്പ് കിങ് പ്രോയാണ്. അതിൻ്റെ ഇതൊക്കെ ഒടിഞ്ഞിരിക്കുകയാണ്, അതായത് അതൊക്കെ ചെയ്യാറില്ല. പിന്നെ ഇത് നമ്മളുടെ ട്രെഡ്മില്ല് വാങ്ങിച്ചിട്ട് മാത്രമേ ഉള്ളൂ, ആരും നടക്കാറില്ല. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസൻ, അപ്പുറത്തൊരു ടോയ്ലറ്റ് ഉണ്ട്, കോമൺ ടോയ്ലറ്റ്. പിന്നെ ഇതൊരു റൂം, ഇത് മോൻ്റെ റൂമാണ്, മൂത്താളുടെ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ സെറ്റി, മുകളിൽ കോണിയുണ്ട്, മുകളിലേക്ക് കോണി എടുത്തിട്ടിട്ടുണ്ട്, പക്ഷേ റൂമില്ല മുകളിൽ. ഇത് സെറ്റി, അവിടെ ഒരു ഷൂ റാക്ക്, അങ്ങനെയാണ് ഞങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതൊരു 35-40 വർഷം പഴക്കമുള്ള വീടാണെന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ടൈലൊക്കെ ഇട്ട് അവർ സെറ്റാക്കിയപ്പോൾ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ താമസം തുടങ്ങിയിട്ട് 9 വർഷമായി. അടുത്ത റൂം, അപ്പോൾ ഞങ്ങൾക്ക് 2 റൂമാണ് ഇവിടെ ഉള്ളത്, 2 റൂമും ഹാളും കിച്ചണും. ഇതെൻ്റെ മേക്കപ്പ് ഏരിയയാണ്, എൻ്റെ മമ്മൂൻ്റെ. നമ്മളെ നാട്ടിൽ കൊണ്ടുപോകുന്ന പെട്ടികൾ. അപ്പോൾ മോനെ ക്ലാസ് നടക്കുകയാണ്, അപ്പോൾ ഒരു ക്ലാസ്സിലാണ്. ഇതാണ് ഞങ്ങളുടെ ബെഡ്. ഇത് അപ്പൂസിൻ്റെ അമ്മൂസിൻ്റെ ബെഡാണ്. അവർ രണ്ടുപേരും കൂടി ഒന്നിച്ചേ കിടക്കുള്ളൂ, ട്വിൻസ് ആണല്ലോ, അതുകൊണ്ട് അവർ പിരിഞ്ഞ് മാറി കിടക്കില്ലേ, രണ്ടുപേരും ഒന്നിച്ചേ കിടക്കുള്ളൂ. പിന്നെ ഇത് എൻ്റെ പൂജ ഏരിയയാണ്, വിളക്ക് വയ്ക്കുന്ന ഒരു ഏരിയയാണ്. പിന്നെ ഇവിടെ ഒരു റൂം പോലെ ഉണ്ട്, പക്ഷേ അത് വെറുതെ കിടക്കാറില്ല ഇവിടെ അങ്ങനെ. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിനും മിററും, അങ്ങനെ അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. ഇത് അമ്മയുണ്ട്, ചേട്ടൻ്റെ അമ്മയുണ്ട്. ഇനി കിച്ചണിലേക്ക് പോവാം. കിച്ചണിൽ ഇതൊക്കെയാണ് കിച്ചണിൽ.
ഇങ്ങോട്ടൊരു വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ. പിന്നെ പുറത്തൊക്കെ സ്ഥലമുണ്ട്, ഫ്ലാറ്റ് അല്ലല്ലോ, അതുകൊണ്ട് ഒരുപാട് സ്ഥലമുണ്ട് പുറത്ത് കാണാൻ പറ്റുമെന്ന് അറിയില്ല നൈറ്റ് ആയതുകൊണ്ട്. ഇവിടെ ഒരു മുരിങ്ങയുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ വന്നതിന് ശേഷം വെച്ച് പിടിപ്പിച്ചതാണ്. നന്നായിട്ട് കായ ഉണ്ടായി കണ്ട. കഴിഞ്ഞ പ്രാവശ്യം കായ ഉണ്ടായ സമയത്ത് ഞാൻ നാട്ടിലായിരുന്നതുകൊണ്ട് ഫുള്ള് പൊട്ടിക്കാതെ മൂത്തുപോയി. അല്ലെ ഞാനുണ്ടെങ്കിൽ ഒക്കെ പൊട്ടിച്ച് ആർക്കെങ്കിലും കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇത് വേപ്പാണ് കേട്ടോ. വേപ്പ് ഇപ്പോൾ നല്ല ഉഷാറായി വരുന്നുണ്ട്. അന്ന് വെച്ചതാ, വന്ന ഉടനെ വെച്ചതാ, ഇപ്പം നല്ലതായി. പിന്നെ അപ്പുറത്ത് കറ്റാർ വാഴയുടെ ഒരു ഇതുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. കറ്റാർ വാഴയുടെ ഒരെണ്ണമല്ല, കുറേ ഉണ്ട് അങ്ങനെ. പിന്നെ ഇപ്പുറത്തൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൃഷിയൊക്കെ ചെയ്തിരുന്നു. തക്കാളി, പച്ചമുളക്, വെണ്ടയ്ക്ക എല്ലാം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഒന്നും ചെയ്തിട്ടില്ല. ഇനി ചൂട് മാറി തണുപ്പാവുമ്പോഴേ ചെയ്തു തുടങ്ങുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.